എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ടൈലറിംഗ് ടിപ്സുമായിട്ടാണ്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മളൊരു ഒരു ഉടുപ്പ് തയ്ക്കാനായിട്ട് എടുക്കുന്ന അളവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആദ്യം എടുക്കുന്നത് ഫുൾ ഇറക്കാണ്. അതുപോലെ തന്നെ ചെസ്റ്റ് വണ്ണം എടുക്കാറുണ്ട്. പിന്നെ നമ്മൾ തൊട്ട് താഴെയുള്ള ഇടവണ്ണം എടുക്കാറുണ്ട്. പിന്നെ നമ്മൾ വയറിൻ്റെ അവിടെയുള്ള ഒന്നുകിൽ നമ്മൾ ചുരിദാറാണ് തയ്ക്കുന്നതെങ്കിൽ സ്ലിറ്റിൻ്റെ വണ്ണം എടുക്കും. അതല്ല എങ്കിൽ നമുക്ക് ബ്ലൗസൊക്കെ ആണെങ്കിൽ ബ്ലൗസിൻ്റെ ആ ഒരു ഇറക്കം എത്രയാണോ അവിടെയുള്ള ആ ഒരു വണ്ണം നമ്മൾ എടുക്കും കേട്ടോ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു അളവ് പഠിക്കുമ്പം നമ്മൾക്ക് കൊച്ചു കുട്ടികൾക്ക്, അതായത് നമുക്കൊരു 2 വയസ്സ് മുതലുള്ള കുട്ടികൾ മുതൽ എത്ര വലിയ ആൾക്കാർക്ക് വേണമെങ്കിലും നമുക്ക് ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് ഡ്രസ്സ് തുന്നി കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് പറയുന്നത് നമുക്ക് കൊച്ചു ഉടുപ്പുകൾ മുതൽ നമുക്ക് ചുരിദാർ വരെ, അതായത് സാരി ബ്ലൗസിൻ്റെ ഒക്കെ അളവ് വേറെയാണ്. അത് ഒഴികെ കൊച്ചു കുട്ടികളുടെ ഉടുപ്പുകൾ മുതൽ ചുരിദാർ വരെയുള്ളതിൻ്റെ ഒരു അളവാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിതെല്ലാം തയ്ക്കാനായിട്ട് സാധിക്കും. അതാണ് ഈ ഒരു മെത്തേഡിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്കിത് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായെങ്കിൽ, സംശയങ്ങൾ എന്തെങ്കിലും വരുവാണെങ്കിൽ അതൊക്കെ മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പം നമ്മളൊരു ഡ്രസ്സ് തയ്ക്കുമ്പം നമ്മൾ ആദ്യം എടുക്കുന്ന അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഫുൾ ഇറക്കാണ്. അതായത് നമുക്ക് ടോപ്പിനാണെങ്കിലും അല്ലെങ്കിൽ ഒരു ബ്ലൗസിനാണെങ്കിലും, കുട്ടികൾക്കുള്ള ബ്ലൗസിനാണെങ്കിലും നമ്മൾ എടുക്കുന്നത്, അല്ലെങ്കിൽ ഉടുപ്പിനാണെങ്കിലും നമ്മൾ എടുക്കുന്നത് ഫുൾ ഇറക്കാണ്. അപ്പോൾ അതെങ്ങനെ എടുക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാ ഷോൾഡർ മുതൽ നമുക്ക് എത്രയാണ് ഇറക്കം വേണ്ടുന്നത് അതുവരെ നമുക്ക് ടേപ്പ് വെച്ച് അടയാളപ്പെടുത്താം കേട്ടോ. കണ്ടില്ലേ, ഷോൾഡറിൻ്റെ അവിടെ നിന്ന് മുതൽ നമുക്ക് എത്രയാണ് ഇറക്കം വേണ്ടത് അതെടുക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു കാണുമല്ലോ അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫുൾ ഇറക്കം എടുക്കുന്നത്. അതായത് നമ്മുടെ ഷോൾഡർ മുതൽ നമുക്ക് എത്രയാണ് വേണ്ടുന്നത് അതാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ എടുക്കുന്ന ഇറക്കത്തിൻ്റെ കൂടെ നമ്മൾ ഒരു 2 ഇഞ്ചും കൂടി നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കും. അതായത് ഫുൾ ഇറക്കം ഒരു 15 ഇഞ്ച് ആണെന്ന് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടി കൂട്ടി മൊത്തം 17 ഇഞ്ച് വേണം നമ്മൾ ഇത് തുണി കട്ട് ചെയ്യാൻ എടുക്കുമ്പം നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് ഈ ഒരു 17 ഇഞ്ചിലായിരിക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ജസ്റ്റ് കട്ട് ചെയ്ത് ഇങ്ങനെ കാണിക്കാം. പിന്നെ നമ്മൾ എടുക്കേണ്ട അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെസ്റ്റ് വണ്ണാണ്. ചെസ്റ്റ് വണ്ണം എങ്ങനെ എടുക്കണമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാ ചെസ്റ്റ് വണ്ണം എന്താ, നമ്മൾ ഈ കൈക്കുഴിയുടെ താഴെ ഇങ്ങനെ ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ എടുക്കുമ്പോൾ നമ്മളൊരു വിരൽ അകത്തിട്ടതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ. അല്ലാതെ കറക്റ്റ് നമ്മൾ പിടിച്ചെടുക്കരുത് കേട്ടോ. എങ്കിലേ നമ്മൾ തയ്ക്കുമ്പോൾ നല്ല ലൂസിൽ പാകത്തിന് അളവിൽ കിടക്കത്തുള്ളൂ. കണ്ടില്ലേ, ഇങ്ങനെയാണ് ചെസ്റ്റ് വണ്ണം എടുക്കുക. അപ്പോൾ ചെസ്റ്റ് വണ്ണം എടുക്കുമ്പം ഇപ്പോൾ എൻ്റെ ചെസ്റ്റ് വണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 34 ആണ്. അപ്പോൾ 34 എടുക്കുന്ന ഒരു ചെസ്റ്റ് വണ്ണം ഉള്ള ഒരാളാണ് എങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ 4 ഇഞ്ചും കൂടി ലൂസ് കൂട്ടും. ലൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തയ്ക്കുമ്പം നമ്മൾ ആ കറക്റ്റ് വണ്ണം എടുത്ത് തയ്ച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ 4 ഇഞ്ച് നമ്മൾ ലൂസ് കൂട്ടും. അപ്പോൾ അത് ബൈ 4 പ്ലസ് 1.5 ഇഞ്ച്, അതായത് 1.5 ഇഞ്ച് എന്ന് പറയുന്നത് തയ്യൽ തുമ്പാണ്. അപ്പോൾ 34 പ്ലസ് 4 എന്ന് പറയുമ്പോൾ 38 ബൈ 4. അപ്പം ഒരു 9 പോയിൻ്റ് വരും. അപ്പോൾ 9.5 നമുക്ക് എടുക്കാം. 9.5 പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്, അപ്പോൾ 11 ഇഞ്ച് മൊത്തം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ മൊത്തത്തിൽ 11 ഇഞ്ച് വരും കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയാം, 34 ഇപ്പോൾ എത്രയാണോ ചെസ്റ്റ് വണ്ണം കിട്ടുന്നത്, ഇപ്പോൾ 36 ആണെങ്കിൽ അതിൻ്റെ കൂടെ 4 കൂടെ കൂട്ടുക. അപ്പോൾ 34 ഉള്ള ഒരാൾക്കാണെങ്കിൽ അതിപ്പോൾ എല്ലാവർക്കും കോമൺ അളവാണ് കേട്ടോ ഈ 4 ഇഞ്ച് ലൂസ് എന്ന് പറയണത്. അപ്പോൾ ഇത് 34 പ്ലസ് 4 ഇഞ്ച് കൂട്ടുക, അത് ബൈ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പോടെ കൂട്ടുവാണ്. അതായത് 38 ബൈ 4 പ്ലസ് 1.5, അതായത് 38 ബൈ 4 എന്ന് പറയുമ്പം 9.5 ആവും. 9.5 പ്ലസ് 1.5 എന്ന് പറയുമ്പോൾ 11. അപ്പോൾ ഈ ഒരു 11 എന്നുള്ള ഒരളവിലാണ് നമ്മൾ തുണി കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മൾ അടുത്തായിട്ട് എടുക്കുന്നത് നെഞ്ചിൻ്റെ താഴെയുള്ള ഒരു അളവാണ്, അതായത് ഇടവണ്ണം എന്ന് പറയും. അപ്പോൾ ഞാനിത് ഏറ്റവും സിമ്പിളായിട്ടാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇടവണ്ണം എടുക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം.
ഇടവണ്ണം നമുക്ക് ഇതുപോലെ ഷോൾഡറിൽ നിന്ന് താഴേക്ക് ഏകദേശം കണ്ട് നമുക്ക് എടുക്കാം. അതായത് നെഞ്ചിൻ്റെ തൊട്ട് താഴെയുള്ള ഭാഗം. അതല്ല എങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് നമ്മൾ കൈക്കുഴി എത്രയാണോ എടുത്തത് ആ കൈക്കുഴിയുടെ പോയിന്റിൽ നിന്ന് താഴേക്ക് എടുക്കാം കേട്ടോ. അങ്ങനെ 2 രീതിയിൽ എടുക്കാം. എന്നിട്ട് അതിൻ്റെ റൗണ്ടും കൂടി നമുക്ക് വണ്ണം അളന്നെടുക്കാം. അപ്പോൾ ഞാനത് ജസ്റ്റ് വെട്ടി കഴിയുമ്പോൾ ഞാൻ കറക്റ്റായിട്ടത് കാണിച്ചു തരാം. കണ്ടില്ലേ? ഇപ്പം ഇങ്ങനെയാണ് ഇടവണ്ണം എടുക്കാം. ഇപ്പോൾ ഇടവണ്ണം ഇപ്പോൾ 29, ഇപ്പോൾ എൻ്റെ അളവാണ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇടവണ്ണം 29 ഇഞ്ചുള്ള ഒരാൾക്ക് 29 പ്ലസ് നമ്മൾ ചേർക്കുന്ന ലൂസ് എന്ന് പറയുന്നത് 2 ഇഞ്ച് ചേർത്താൽ മതിയാകും ബൈ 4, അതായത് 31/4 വരും. അപ്പോൾ ഇത് ഒരു 7.25 പ്ലസ് തയ്യൽ തുമ്പ് 1.5 ഇഞ്ച്. അപ്പോൾ 8.25 9.25 വരും നമ്മൾ കട്ട് ചെയ്യുന്ന ആ ഒരു അളവ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. പിന്നെ നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരിദാറാണെങ്കിൽ നമ്മൾ അതിൻ്റെ സ്ലിറ്റ് എടുക്കും. അതല്ലെങ്കിൽ നൈറ്റി ആണെങ്കിൽ അതിൻ്റെ വയറിൻ്റെ ഭാഗത്തായിട്ടുള്ള വണ്ണം എടുക്കും. ബ്ലൗസ് ആണെങ്കിൽ നമ്മൾ ആ ഇറക്കം എത്രയാണോ വേണ്ടുന്നത് അതിൻ്റെ ആ ഒരു അളവെടുക്കും. അപ്പോൾ ആദ്യത്തെ പോലെ തന്നെ ഷോൾഡറിൽ നിന്ന് നമുക്ക് വേണ്ടത്ര എത്രയാണ് ഇറക്കം വേണ്ടത്, അതായത് എവിടെയാണ് വെച്ചാൽ നമുക്ക് വയറിൻ്റെ അവിടെ ആ ഭാഗം, സ്ലിറ്റ് ആണെങ്കിൽ സ്ലിറ്റ് എവിടെയാണ് വരുന്നത് ആ ഒരു അളവ് വരെ നമ്മൾ ജസ്റ്റ് ഇതുപോലെ അളന്നെടുത്തിട്ട് അവിടുത്തെ റൗണ്ട്, അതായത് അവിടുത്തെ വണ്ണം കൂടി നമ്മൾ എടുക്കുക. ഇത്രയേ ഉള്ളൂ വയർ വണ്ണം എന്ന് പറയുന്നത്. അതായത് വയറിൻ്റെ അവിടെയുള്ള, അതായത് ഇപ്പം എൻ്റെ ഒരു 35 ഇഞ്ച് ഉള്ള ഒരാളാണ് എങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ലൂസ് ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഇഞ്ച്. സാധാരണ ചുരിദാറിനോ അല്ലെങ്കിൽ ബ്ലൗസിനോ ഒക്കെ 2 ഇഞ്ച് കൂട്ടിയാൽ മതിയാകും. അപ്പോൾ ഈ 4 ഇഞ്ച് കൂട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം പ്രസവമൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം വയറ് ചാടിയിരിക്കുന്ന ആൾക്കാരാണ് എങ്കിൽ നമ്മൾ ഈ 4 ഇഞ്ച് കൂട്ടുന്നതാണ് നല്ലത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല എങ്കിൽ നമ്മുടെ വയറിങ്ങനെ തള്ളിയിരിക്കും. അപ്പോൾ അതാണ് പ്രത്യേകം ഓർക്കേണ്ട കാര്യം. അല്ലാത്തവർക്ക് 2 ഇഞ്ച് കൂട്ടിയാൽ മതി. ഇപ്പോൾ ചുരിദാറൊക്കെ നല്ല ഷേപ്പിന് കിട്ടണം, നല്ല എന്താ പറയുക, ബോഡിയിൽ നിന്ന് ഇട്ട് തയ്ച്ച ഉണക്കെന്നൊക്കെ പറയല്ലേ എന്ന് പറഞ്ഞ കണക്ക് കിട്ടണം എന്നുള്ളവർക്ക് ഇവിടെ 2 ഇഞ്ച് കൂട്ടിയാൽ മതി. അപ്പം 35 പ്ലസ് 2 37/4 37/4 പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പോൾ എത്ര വരുന്നത്? 37. അപ്പോൾ ഒരു 9 പോയിൻ്റ് വരും ഇവിടുത്തെ അളവ്. അപ്പോൾ 9.25 എടുക്കാം, അല്ലെങ്കിൽ 9.5 എടുക്കാം കേട്ടോ. പ്ലസ് 1.5, അപ്പം 10.25 വരും നമ്മളിത് കട്ട് ചെയ്യുന്ന ആ ഒരു അളവ് കേട്ടോ. അതായത് സ്ലിറ്റ് എടുക്കുമ്പം നമ്മൾ 2 ഇഞ്ച് ചേർത്താൽ മതി. വയറ് വണ്ണം ഒരുപാട് വയറൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ മാത്രം 4 ഇഞ്ച് ചേർക്കുക. അപ്പോൾ ഞാനിവിടെ 2 ഇഞ്ച് ചേർത്താണ് അളവ് പറഞ്ഞു തരുന്നത്. 35 ഇഞ്ച് വയറിൻ്റെ അവിടെ വണ്ണം ഉള്ള ഒരാൾക്ക് ഇപ്പോൾ എടുത്തിരിക്കുന്നത് 35 പ്ലസ് 2 37, അത് /4 പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പം 37/4 എന്ന് പറയുമ്പം 9.25 വരും. 9.25 പ്ലസ് 1.5 എന്ന് പറയുമ്പം 10.25 നമുക്ക് മൊത്തം വരും. അപ്പോൾ ഈ ഒരു അളവിലാണ് നമ്മളിത് തുണി വെട്ടിയെടുക്കുന്നത്. പിന്നെ നമ്മൾക്ക് എപ്പോഴും സംശയമുള്ള ഒരു കാര്യമാണ് നെക്കിൻ്റെ. ഇപ്പം ഒരാൾക്ക് പുതിയതായിട്ട് തയ്ക്കുന്ന ഒരാൾക്ക് വേറൊരാൾക്ക് തയ്ക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇപ്പം നമുക്ക് തന്നെ തയ്ക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഴയ ചുരിദാറിൻ്റെ നെക്ക് അളന്നിട്ടാണ് സാധാരണ എടുക്കുക. അപ്പോൾ അത് അങ്ങനെ അല്ലാതെ നമുക്ക് മൊത്തത്തിൽ ഇപ്പോൾ വേറൊരാൾ പുറത്തുനിന്ന് ഒരാൾക്ക് വേണമെങ്കിൽ നമുക്ക് തയ്ച്ച് കൊടുക്കാവുന്ന ഒരളവാണ് ഞാൻ ആദ്യം പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ട് നെക്ക് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെസ്റ്റ് വണ്ണം 34 ഉള്ള ഒരാൾക്കാണ് എങ്കിൽ 34/6, അതായത് 34 ചെസ്റ്റ് വണ്ണം ഉള്ള ഒരാൾക്കാണെങ്കിൽ അതിൻ്റെ 6 കണ്ടാൽ മതി നമുക്ക് നെക്കിൻ്റെ ഇറക്കം കിട്ടാനായിട്ട്. അപ്പോൾ 34 ഇഞ്ച് ഉള്ള ഒരാൾക്കാണെങ്കിൽ തയ്യൽ തുമ്പോട് കൂടി നമുക്ക് ഒരു 5.5 അല്ലെങ്കിൽ 5.25 എടുത്താൽ മതിയാകും. 5.5 അല്ലെങ്കിൽ 5.25 എടുത്താൽ മതി അവരുടെ നെക്ക് ഇറക്കമായി. ഇതല്ല എങ്കിൽ നമുക്ക് എടുക്കാവുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല,
ഇതുപോലെ നെക്കിറക്കം എത്രയാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടി ചേർത്താൽ മതി. ബാക്ക് നെക്ക് നമുക്ക് അല്ലെങ്കിൽ ഫ്രണ്ട് നെക്ക് ഇപ്പോൾ ബാക്ക് നെക്ക് ഒരു 4 ഇഞ്ച് വരുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ചും കൂടി തയ്യൽ തുമ്പ് എടുത്താൽ മതിയാകും. അതായത് ഞാൻ ആ പിക്ചർ കാണിച്ചു കണക്ക് നമ്മുടെ ഷോൾഡറിൽ നിന്ന് എത്രയാണോ നെക്കിൻ്റെ ഇറക്കം വേണ്ടത് അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്കിൻ്റെ അകലം, അതായത് കഴുത്തകലമാണ് വരുന്നത്. കഴുത്തകലം കാണാനായിട്ടുള്ളൊരു കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെസ്റ്റ് വണ്ണം 34 ഉള്ള ഒരാൾക്ക് അത് ഡിവൈഡ് ബൈ 12, അതായത് 34ൻ്റെ 12 നമുക്ക് കഴുത്തകലം വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ എന്നാ ചെയ്യണം, നമ്മൾ പഴയ ചുരിദാറിൻ്റെ ഒക്കെ അളന്നെടുത്ത് അങ്ങനെയാണ് സാധാരണ എടുക്കാറ്. അപ്പോൾ അതൊന്നും വേണ്ട, നമ്മൾ വെറുതെ നമ്മുടെ ചെസ്റ്റ് വണ്ണം മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ 34/12, അതായത് ഒരു 2.5 അല്ലെങ്കിൽ 2.25 വരെ 34 ഇഞ്ച് വണ്ണം ഉള്ള ഒരാൾക്ക് കഴുത്തകലം എടുക്കാം കേട്ടോ. അപ്പോൾ അതത്രയും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോൾഡർ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഷോൾഡറും ഇതുപോലെ നമ്മൾ എടുക്കുന്ന സാധാരണ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇതുപോലെ ഒരു ഷോൾഡറിൽ നിന്ന് മറ്റേ ഷോൾഡറിലേക്കുള്ള നീളം നമ്മൾ അളന്നെടുക്കുകയാണ്. മെത്തേഡിൽ കൂടി നമ്മൾ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ പകുതി കണ്ടിട്ട് അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടി കൂട്ടി അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇനി അതല്ലാതെ നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്താം. അതിനായിട്ടും നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ചെസ്റ്റ് വണ്ണം എടുത്താൽ മതിയാകും. ചെസ്റ്റ് വണ്ണത്തിൻ്റെ 1/6 കാണുക പ്ലസ് 1 ഇഞ്ച്, അതാണ് ഷോൾഡർ വരുന്നത്. അതായത് 34 ഇഞ്ച് വണ്ണം ഉള്ള ഒരാൾക്ക് 34ൻ്റെ 1/6 കാണുക, 6 5 30, അപ്പോൾ ഒരു 5.5 വരും. 5.5 പ്ലസ് 1 ഈക്വൽ ടു 6.5. 5.5 പ്ലസ് 1 ഇഞ്ച് കൂട്ടുക ടു 6.5. അതായത് ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെസ്റ്റ് വണ്ണം ഡിവൈഡ് ബൈ 6, അതായത് ചെസ്റ്റ് വണ്ണത്തിൻ്റെ 1/6 പ്ലസ് 1, ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ആം ഹോളിൻ്റെ ഇതും ഇതേ സെയിം മെത്തേഡാണ്. ആം ഹോൾ ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് അളന്നെടുക്കാം. ഇതുപോലെയാണ് സാധാരണ കൈക്കുഴി എടുക്കുക. അപ്പോൾ ഈ രീതിയിലല്ലാതെ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. കണ്ടില്ലേ, ആ ഒരു രീതിയിൽ അളന്നെടുത്തിട്ട് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പോടെ കൂടി അങ്ങനെ എടുക്കാം. അതല്ല എങ്കിൽ നമുക്ക് എടുക്കാവുന്ന ഒരു മെത്തേഡാണിത്. ഇതേ സെയിം മെത്തേഡ് 34 ഡിവൈഡ് ബൈ 6, അതായത് ചെസ്റ്റ് വണ്ണത്തിൻ്റെ 1/6 കണ്ടിട്ട് പ്ലസ് 1. അതായത് നമ്മൾ ഈ ഷോൾഡറിന് എടുക്കുന്ന അളവും അതുപോലെ തന്നെ ആം ഹോളിന് എടുക്കുന്ന അളവും സെയിം ആണ് എങ്കിൽ നമ്മുടെ ചെസ്റ്റ് നല്ല ഷേപ്പിന് കിട്ടും കേട്ടോ. അതൊരു ടിപ്പാണ്. ആ ഒരു ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് നമ്മൾക്ക് ഷേപ്പിനായിട്ട് നമ്മുടെ ചെസ്റ്റ് കിട്ടാനായിട്ട് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ 34/6 പ്ലസ് 1, നിങ്ങളുടെ സെയിം മെത്തേഡ് 6.5. അപ്പോൾ ഈ ഒരു മെത്തേഡ് വെച്ച് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നില്ല, വേറൊന്നുമല്ല, നമുക്ക് ടൈം ഒരുപാടാവും, ഇപ്പോൾ വീഡിയോ ഒരുപാട് ലോങ് ആവും. അപ്പോൾ ഈ ഒരു മെത്തേഡ് വെച്ച് നമുക്ക് കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെയുള്ള ഡ്രസ്സുകൾ തുന്നാം. അതായത് കൊച്ചു ഉടുപ്പുകൾ മുതൽ ചുരിദാർ വരെയുള്ള ഉടുപ്പുകൾ തുന്നാൻ ഈ ഒരു അളവ് മാത്രം മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പം തന്നെ നമുക്കറിയാം 13 മിനിറ്റോളം ആയി. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് കട്ടിങ് കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒരുപാട് ലോങ് ആയി പോകും. അപ്പോൾ കട്ടിങ്ങിൻ്റെ ഒരു വീഡിയോ ഉടനെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമുക്കിടെ 50K ആകുമ്പോൾ നമ്മളൊരു ഗീവ് അവേ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്താലാണ് അതിൽ നിന്നാണ് നമ്മൾ ആളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇടാം കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്.